ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. 2.5 വർഷത്തിനുള്ളിലെ മൂന്നാമത്തെ കേരള സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ BJPയുടെ NDAയുടെ പാലക്കാട്, തൃശ്ശൂർ മണ്ഡലങ്ങളിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ പരിപാടികൾ. മാർച്ച് 29 പാലക്കാട് പ്രസംഗവും തൃശ്ശൂരിൽ റോഡ് ഷോയും. കേരളത്തിലെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനും ഇന്ത്യയുടെ കാശിയാണ് പാലക്കാടെന്നും നിരവധി വികസന പദ്ധതികൾ NDA സർക്കാർ പാലക്കാട് നൽകിയിട്ടുണ്ടെന്നും കേരളം മാറി മാറി ഭരിച്ച LDF, UDF, ഇടതുപക്ഷ വലതുപക്ഷ ഗവൺമെൻറ്റുകൾ കേരളം കട്ടുമുടിച്ചെന്നും ഭരണമാറ്റം നൽകാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 കേരള നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ 900-ന് മുകളിൽ. 2026 മത്സരാർത്ഥികളുടെ എണ്ണം 890. സ്ഥാനാർത്ഥികളുടെ പട്ടിക താഴ്ന്ന നിലയിൽ. 2021 കേരള നിയമസഭയിലെ 140 സീറ്റിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇടതുപക്ഷ പാർട്ടിയായ CPIM 58 സീറ്റ് നേടുകയും പുതിയ 2026 തെരഞ്ഞെടുപ്പിൽ LDFന് പിന്തുണ നൽകുമെന്ന് മണ്ഡലങ്ങളിൽ 3000-നും 8000-നും ഇടയിൽ വോട്ടുകളുള്ള SDPIയും. പാലാ നിയോജകമണ്ഡലത്തിൽ ജോസ് കെ മാണിയും മാണി സി കാപ്പനും ഷോൺ ജോർജും പോരാട്ടത്തിന്. കാസർഗോഡ് മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ വിജയിച്ചാൽ മണ്ഡലത്തിലെ വീടില്ലാത്തവർക്ക് 3 മാസത്തിനുള്ളിൽ വീട് നൽകുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ. ബേപ്പൂർ മണ്ഡലത്തിൽ നിലവിലെ MLA മുഹമ്മദ് റിയാസിനെതിരെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവും ടൂറിസം വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലത്തിൽ എതിരാളിയായി 2021 LDF സർക്കാരിൽ അംഗമായിരുന്ന PV അൻവർ രാജിവെക്കുകയും പുതിയ പാർട്ടി രൂപീകരിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 15,000-ൽ കൂടുതൽ വോട്ടുകൾ നേടി ബേപ്പൂരിൽ LDFനെതിരെ UDFൻ്റെ പിന്തുണയോടെ മുഹമ്മദ് റിയാസിനെതിരെ മത്സര രംഗത്തേക്ക്. വഞ്ചകർക്കുള്ള മറുപടിയായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പെന്നും ടീം UDF കേരളം ഭരിക്കുമെന്നും കേരളത്തിൽ BJPയുടെ NDAയുടെ പിന്തുണയോടെ ഭരണം നിലനിർത്താനാവുമെന്ന് രാജീവ് ചന്ദ്രശേഖറും. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്